മാള ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതി യോഗത്തിൽ നാടകീയ രംഗങ്ങൾ പുറത്തുനിന്നുമെത്തിയ LDF പ്രവർത്തകർ സെക്രട്ടറിയെ ഉപരോധിച്ചു. കോൺഗ്രസ് അംഗങ്ങളുമായി ഉണ്ടായ വാക്കേറ്റം പലപ്പോഴും സംഘർഷത്തിലേക്ക് വഴിമാറാതെയിരുന്നത് പോലീസ് സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ടില്ലറും യന്ത്രങ്ങളും മോഷണം പോയ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF നേതാക്കൾ പ്രതിഷേധിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ടില്ലറും യന്ത്രങ്ങളും മോഷണം പോയ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. ഭരണസമിതി യോഗം നടന്നുകൊണ്ടിരിക്കെ അതിക്രമിച്ചു കയറിയ പ്രവർത്തകർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരോട് അസഭ്യമായി സംസാരിച്ചതായും പറയുന്നു. മാർച്ച് 2-ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രസാമഗ്രികൾ മോഷണം പോയതിനെ തുടർന്ന് താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും മോഷണ മുതലുകൾ തിരികെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ മോഷണത്തിൽ ഭരണസമിതിക്കും പങ്കുണ്ടെന്നും സെക്രട്ടറി പരാതി നൽകണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും പോലീസിൽ പരാതി നൽകാൻ സെക്രട്ടറി തയ്യാറായില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരാകെ ആവശ്യപ്പെട്ടത് ഇതൊരു കളവാണ്. സാധാരണ ഒരു കളവ് നടത്താൻ എന്ത് ചെയ്യും? ഒരു കളവ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ നടന്നാലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വ്യക്തിയുടെ വീട്ടിലോ ഉടമസ്ഥയിലുള്ള സ്ഥാപനത്തിലോ നടന്നാലും നിയമാനുസൃതമായ നടപടി സ്വീകരിക്കും. എന്താ നിയമം അനുശാസിക്കുന്നത്? ഒരു വസ്തു കാണാനില്ലെങ്കിൽ ആ കട്ടവനെ വിളിച്ച് ആ സാധനങ്ങൾ തൊണ്ടി മുതൽ തിരിച്ചു വാങ്ങി കോംപ്രമൈസ് ചെയ്യുക എന്ന സമീപനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസിന്റെ ഭരണസമിതി ചെയ്തത് എന്ന് പറഞ്ഞാൽ ആ ഭരണസമിതിക്ക് ഈ കളവിൽ പങ്കുണ്ട്. ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ എന്താ പോലീസിൽ സെക്രട്ടറി പരാതി കൊടുക്കാഞ്ഞേ? സെക്രട്ടറി ന്യായമായും പോലീസിന് പരാതി കൊടുക്കണ്ടേ? സെക്രട്ടറിയും കൂട്ടുനിൽക്കുകയാണെന്നും ആരോപണം ഉന്നയിച്ച വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയിരിക്കുകയാണ് LDF. അതേസമയം ബ്ലോക്കിന്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജീവനക്കാരനെ പഴയ ഉപയോഗശൂന്യമായ സാധനങ്ങൾ മാറ്റാൻ പറഞ്ഞിരുന്നെന്നും തങ്ങൾ അറിയാതെയാണ് ഈ കൂട്ടത്തിൽ ഇയാൾ ടില്ലർ ഉൾപ്പെടെയുള്ളവ കൊണ്ടുപോയതെന്നും ഭരണസമിതി അംഗം പറഞ്ഞു. LDF നേതാക്കൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിഷേധം നടത്തിയത് പോലീസ് തടഞ്ഞില്ലെന്നും അവർ ആരോപിച്ചു. ഇന്ന് കമ്മിറ്റി നടക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ പോലീസുകാർ വളരെയധികം പോലീസുകാർ വരികയും പോലീസിനോട് പ്രസിഡന്റും സെക്രട്ടറിയും രേഖാമൂലം ആവശ്യപ്പെടുകയും ഭരണസമിതി ഹാളിലേക്ക് ഒറ്റ പോലീസുകാരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കയറാൻ പാടില്ല എന്ന് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് യാതൊരു വക നടപടിയും സ്വീകരിക്കാതെ ഭരണസമിതി ഹാളിലേക്ക് ഇവിടെ അതിക്രമിച്ച് കയറി വന്ന പ്രവർത്തകരെ കയറാൻ അനുവദിക്കുകയും അവിടെ ഇരുന്നിരുന്ന പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും വനിതാ സെക്രട്ടറിയോട് അതിശയകമായ രീതിയിൽ സംസാരിക്കുകയും വനിതാ പ്രസിഡന്റിനോട് അതിന് മോശമായ രീതിയിലേക്ക് മറ്റുള്ളവരെ തട്ടിക്കയറുകയും വളരെയധികം ആക്ഷേപകരമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. 11 മണിക്ക് കയറിയ പ്രതിഷേധം 4 മണിക്കൂർ വരെ അവരതിൻ്റെ ഉള്ളിലിരുന്ന് എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിലും അവഹേളിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായിരുന്നത്.